ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ ചർച്ചയായി മാറിയ വിഷയങ്ങളിലൊന്നായിരുന്നു ADGP MR അജിത് കുമാറിൻ്റെ ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ട നടപടികളും. എന്തായാലും അവസാനം MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിനായി നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് സംസ്ഥാന DGPയും സർക്കാരും. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നിയമ ഉപദേശം കിട്ടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനകത്ത് ADGPയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് പരാതികൾ. LDF സർക്കാരിൻ്റെ സമയത്ത് അന്ന് ADGP MR അജിത് കുമാറിന് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നു തന്നെയാണ് ക്രമസമാധാന പാലനം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃശ്ശൂർ പൂരം അതിനുമപ്പുറം മറ്റു ചില പ്രശ്നങ്ങളിലൊക്കെ അനാവശ്യമായി ഇടപെട്ടെന്നും അതുവഴി പൂരം കലങ്ങിയെന്നുമൊക്കെയുള്ള വാർത്തകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇടതു സർക്കാരിൻ്റെ സമയത്ത്. പക്ഷെ അന്ന് കാര്യമായ നടപടിക്രമങ്ങളിലേക്കോ അന്വേഷണങ്ങളിലേക്കോ ഒന്നും പോയിരുന്നില്ല. 3 തലത്തിലുള്ള അന്വേഷണങ്ങൾ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നെങ്കിൽ തന്നെയും ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ അതിൽ അല്പം രോക്ഷത്തിലായിരുന്നു CPI. കാരണം CPIക്ക് തൃശ്ശൂർ സീറ്റ് നഷ്ടമായതിന് പിന്നിൽ പൂരം കലങ്ങിയതാണെന്നും തൃശ്ശൂരിലെ പ്രശ്നങ്ങളാണെന്നും ഒക്കെ അന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം നിർണായകമായ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് തൃശ്ശൂരിൽ നടന്നത്. മാത്രവുമല്ല BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി അവിടെ വന്ന് വിജയിക്കുകയും ചെയ്തു. ഇത് CPIക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതേ തുടർന്നാണ് പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് CPI രംഗത്തെത്തിയത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണത്തിന് തയ്യാറായി. പക്ഷേ നടപടികൾ ഒന്നും എടുത്തിരുന്നില്ല. അതേസമയം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗവും തുടർന്നുള്ള പ്രധാനപ്പെട്ട നടപടിയും അന്നത്തെ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയായിരുന്നു. പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നടന്ന ഒരു പ്രതിഷേധവും ആ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമവുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ മറ്റൊരു നടപടിക്രമങ്ങളിലേക്കും LDF സർക്കാർ കടന്നില്ല. അതായിരുന്നു വലിയ വിഷയമായത്. അവസാനം മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണങ്ങൾ തുടങ്ങി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അതിക്രമമുണ്ടായി എന്ന് കണ്ടെത്തി. ആ കണ്ടെത്തലുകൾക്ക് അനുകൂലമായ നടപടി അന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ ആ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിൻ്റെ മുറിയിൽ വെച്ച് പാടെ മായ്ച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അത് മാറ്റി എഴുതപ്പെട്ടു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ആ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ. അന്ന് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് SP ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി. പ്രത്യേക സംഘം അന്വേഷിച്ചു. അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അംഗരക്ഷകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നടപടിയിലേക്ക് കടന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ വിഷയമായി മാറപ്പെട്ടത്. എന്തായാലും ആ വിഷയം ഇപ്പോൾ അന്വേഷണം നടത്തി. പ്രത്യേക അന്വേഷണ സംഘം ചില ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ കേസ്, ആ പഴയ കേസ് തേച്ചു മായ്ച്ചു കളയുന്നതിന് വേണ്ടി നിർണായകമായ നീക്കങ്ങൾ നടത്തിയത് ADGP MR അജിത് കുമാറാണ് എന്നുള്ള തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അത് കൃത്യമായ റിപ്പോർട്ടായി DGPക്ക് മുന്നിലെത്തി. പക്ഷേ DGPക്ക് മുന്നിലെത്തിയിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങളിലേക്ക് കടക്കാത്തതാണ് പിന്നീട് കോൺഗ്രസിൽ തന്നെ ചർച്ചയായി മാറിയത്. കോൺഗ്രസിൽ മാത്രമല്ല, പല മാധ്യമങ്ങളും അത് വിഷയമാക്കി. പല രാഷ്ട്രീയ പാർട്ടികളും, UDFനെ അനുകൂലിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെയാണ് എന്തായാലും നിയമ ഉപദേശത്തിൻ്റെ അടുത്തുവരെ കാര്യങ്ങളെത്തി. താമസമില്ലാതെ നിയമോപദേശം കിട്ടും. പിന്നീട് നടപടിക്രമങ്ങളാണ്. നടപടിക്രമങ്ങൾ എടുക്കണമെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം
IPS ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര ട്രൈബ്യൂണലിൽ വരെ കേസ് കൊടുക്കാൻ കഴിയും ഒരു നടപടി ഉണ്ടായാൽ. അതുകൊണ്ട് ആലോചിച്ച് മാത്രമേ സർക്കാരിനും മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. അതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളത്. കാരണം എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് പോകാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്ന തരത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നത്. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനിടയിലുണ്ടായ 2 ആഴ്ചത്തെ മൗനം അതെന്തായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. കാരണം ഈ മാസം അവസാനം ഫയർഫോഴ്സിൻ്റെ ചുമതലയുള്ള DGP നിതിൻ അഗർവാൾ വിരമിക്കും. പിന്നീട് ആ പദവിയിലെത്തേണ്ടത് അല്ലെങ്കിൽ ആ പദവിയിലേക്ക് പോകേണ്ടത് MR അജിത് കുമാറാണ്. അദ്ദേഹമാണിപ്പോൾ ഏറ്റവും മുതിർന്ന ADGP. അങ്ങനെ വരുമ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ DGP ആയി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സർക്കാരിനോട് നിർദ്ദേശിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. എന്തായാലും ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ സംസ്ഥാനത്ത് ഇത്രയധികം പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് LDF സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങിയ പരാതിയാണ്. LDFിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന PV അൻവർ അന്നത്തെ MLA ആദ്യം പരാതി തുടങ്ങി വെച്ചു. പിന്നീട് ഓരോ തലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്നും പരാതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഘടകകക്ഷി CPI പോലും പരാതി പറഞ്ഞു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നടപടിയിലേക്കാണ്. എന്ത് നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയിലേക്ക് സർക്കാർ പോകുമോ, അതോ പഴയ തരത്തിലുള്ള ഏതെങ്കിലും പകരം വീട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിരിക്കുമോ എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു നടപടി, അതും ശക്തമായ നടപടിയിലേക്ക് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.